CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പുന്നയിൽ റോഡിലെ വെള്ളക്കെട്ടിൽ നിന്നും വിദ്യാർത്ഥിക്ക് പാമ്പുകടിയേറ്റു. ചാവക്കാട് MRRM സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി റിഹാനാണ് പാമ്പുകടിയേറ്റത്. KSEB സബ്സ്റ്റേഷനടുത്ത് റോഡിലെ വെള്ളക്കെട്ടിൽ കൂടി കൂട്ടുകാരോടൊപ്പം ട്യൂഷൻ ക്ലാസ്സിലേക്ക് നടന്നു പോകുമ്പോഴാണ് സംഭവം. ഉടൻ ചാവക്കാട് ആശുപത്രിയിലും അവിടെ നിന്നും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. 24 മണിക്കൂർ നിരീക്ഷണത്തിലാണെന്നും കുട്ടി സുഖം പ്രാപിച്ചു വരുന്നതായും ആശുപത്രി അധികൃതർ അറിയിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ മാലിന്യക്കൂമ്പാരം. പഞ്ചായത്തിൽ പരാതിപ്പെട്ടിട്ടും ശുചീകരിക്കാൻ നടപടി സ്വീകരിക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് മെമ്പർമാർ രംഗത്തെത്തി. തയ്യൂർ ആലുക്കൽ പാലത്തിന്റെ നിർമ്മാണത്തോടനുബന്ധിച്ചുണ്ടാക്കിയ താൽക്കാലിക നടപ്പാത കനത്ത മഴയിൽ കുത്തിയൊലിച്ചുപോയ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് യാത്രക്കാർക്ക് സഞ്ചരിക്കാനാവുന്ന സാഹചര്യമൊരുക്കണമെന്ന് CMP തയ്യൂർ ബ്രാഞ്ച് ആവശ്യപ്പെട്ടു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയിലെ പ്രധാന ജംഗ്ഷനായ കല്ലുംപുറം സെന്ററിൽ വർദ്ധിച്ചുവരുന്ന വാഹനാപകടങ്ങൾ ആശങ്കയുണർത്തുന്നതായി കല്ലുംപുറം ക്രിസ്ത്യൻ കോ-ഓപ്പറേറ്റീവ് ഫെലോഷിപ്പ് അറിയിച്ചു. അപകടങ്ങൾ ഒഴിവാക്കാൻ അടിയന്തര സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ, പൊതുമരാമത്ത് വകുപ്പ്, ദേശീയപാത അധികൃതർ, MLA, ട്രാൻസ്പോർട്ട് കമ്മീഷണർ എന്നിവർക്ക് സംഘടന നിവേദനം നൽകി. മുഴുവൻ KSRTC ബസ്സുകളിലും സൗജന്യ യാത്ര നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ ഗുരുവായൂർ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് മാർച്ച് നടത്തി. പാചകവാതക ഇന്ധനവില വർധനവിനെതിരെ പ്രതിഷേധവുമായി KCYM. മറ്റം ഫൊറോനയിലെ KCYM സംഘടനയുടെ നേതൃത്വത്തിൽ ജനങ്ങളുടെ ദൈനംദിന ജീവിതം ദുസ്സഹമാക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. 2 ദിവസങ്ങളിലായി എളവള്ളിയിൽ നടന്ന കേരള കർഷക സംഘം മണലൂർ ഏരിയ സമ്മേളനം സമാപിച്ചു. പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടറി AS കുട്ടിയും പൊതുസമ്മേളനം പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA-യും ഉദ്ഘാടനം ചെയ്തു. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ചാവക്കാട് ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു. ഗുരുവായൂർ AKG സദനത്തിൽ ചേർന്ന സമ്മേളനം ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി RV ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർകുളം സാഹിത്യ സമിതിയുടെ നേതൃത്വത്തിൽ വാർഷിക ജനറൽ ബോഡി യോഗവും തിരഞ്ഞെടുപ്പും നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പന്നിത്തടം യൂണിറ്റ് മുൻ പ്രസിഡന്റും സാമൂഹിക പ്രവർത്തകനുമായ E ഗംഗാധരൻ നായരുടെ നിര്യാണത്തിൽ അനുശോചിച്ച് പന്നിത്തടം യൂണിറ്റ് യോഗം ചേർന്നു. വടക്കേ കോതച്ചിറ പൂവും പൂമ്പാറ്റയും ജനകീയ സ്നേഹക്കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും ആദരിക്കലും നടത്തി. ചടങ്ങ് തൃത്താല MLA VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് മമ്മിയൂർ LFCUP സ്കൂളിൽ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. ആദ്യ ബോൾ കിക്ക് ഓഫ് ചെയ്തുകൊണ്ട് വാർഡ് കൗൺസിലർ KC സുനിൽ ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് ഇന്ദിരാ പ്രിയദർശിനി കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ 4ാം വാർഡിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. കൊച്ചി നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൽ നിന്ന് ഡോക്ടർ J ഫരീദ PhD ബിരുദം നേടി. കേരളത്തിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കെതിരായ ലൈംഗിക പീഡനം ഒരു സാമൂഹ്യ നിയമ പഠനം എന്ന വിഷയത്തിലാണ് ഗവേഷണം പൂർത്തിയാക്കിയത്. പെരുമ്പലാവ് അൻസാർ വിമൻസ് കോളേജ് പ്രിൻസിപ്പലാണ് ഡോക്ടർ J ഫരീദ. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.